പൊന്നാ ചെടി ഒട്ടും വഴിയടാ, കണ്ണു പോലും തുറക്കാൻ പറ്റില്ല. ഞാൻ എപ്പോ വിളിച്ചാലും ചേട്ടൻ കഴിയല്ലോ. വയ്യാത്തോണ്ടപ്പാ. ആ ചേട്ടൻ രാവിലെ വിളിക്കാട്ടാ. ശരി. ആ പൊന്നാ ദേ ഇപ്പൊ വന്നുള്ളൂ. ഇതിനെ ബോറടിച്ചിരിക്കുവായിരുന്നോ? ഇവിടെ ഫ്രണ്ട് മെസ്സേജ് അയച്ചോണ്ടിരിക്കുകയായിരുന്നു. ആളെന്ത് പൊളിയാലേ, ചിരിച്ചിരിച്ചിന്റെ വയറും എതിരെടുക്കുന്നു. കൊള്ളത്തിണ്ടി. അശ്വിനല്ലേ? അല്ല, അവനെ ഞാൻ അന്വേഷിച്ചിരിക്കായിരുന്നു. അവൻ 2 ദിവസം മുമ്പ് എൻ്റെ നേരെ ഹെൽമെറ്റ് എടുത്തുകൊണ്ടുപോയിന്നേ. അവന്റെ പെണ്ണിനെ കൊണ്ട് എന്നിട്ട് കറങ്ങാനോ ചുറ്റിക്കാനോ. അയാൾക്ക് ലൈനൊക്കെ ഉണ്ടോ? അവൻ പറഞ്ഞില്ലേ അത്? ഇല്ല, പറഞ്ഞില്ല. വേറെന്തൊക്കെയാ പറഞ്ഞു? പറയും. കുടുംബക്കാര് മാത്രമല്ല, നാട്ടുകാർ മൊത്തം പറയും നിന്റെ മോന്റെ സുവിശേഷം. കേട്ടോടി. എന്റെ എടി ഉഷേ, നീ ആ ചാർജാണ് മോനെ. അവൻ ഇവനേലും പ്രായം കുറവല്ലേ. അവൻ നാഴിയായിരിക്ക് പണിക്ക് പോണവനാ. ഈ കള്ളക്കൊല്ലം വല്ല പണിക്കും പോണ്ട. അവന്റെ രാത്രി റൂമിന്റെ മുമ്പിൽ കൂടെ പോയിണ്ട നീ. എന്നെ ഈ റൂമിലേക്ക് കയറ്റേ ഇല്ല. അപ്പൊ കാണാം അവന്റെ ഗുണവധികാരം. എന്റെ പൊന്നെ, അവനെ പേടിച്ച് ഈ വീട്ടിൽ ഒരു പൊതി വീട് പോലും മേടിച്ച് ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയെ. ഉഷേ, നീ അവനോട് ഒരു കാര്യം പറഞ്ഞു. അവന് വലിക്കാനുള്ള ബീഡിയുടെ കാശെങ്കിൽ അവനോട് വഹിക്കാൻ പറഞ്ഞു. അവനെ പേടിച്ചൊരു കോട്ട് പോലും മേടിച്ചു വയ്ക്കാൻ പറ്റില്ല. നിറയെ കണ്ണാൻ കണ്ണാ എടാ, നീ എന്തിനാ കൊച്ചിനെ സെറ്റാക്കിയ? ഐക്ലർ ചിക്കോ ഇൻസ്റ്റാളെ. അത് തന്നെ. എടാ, അവൾക്ക് എന്തൊക്കെ അറിയൂടാ. കണ്ണേട്ട കള പറിക്കോ, കണ്ണേട്ട മാത്തമ്മ കീറോ, കണ്ണേട്ട തേങ്ങ പതിക്കോ. ശരിക്കും? എടാ കണ്ണ, നീ ഒന്ന് മൂളിയാ മതി. കണ്ണാ, നീ ഒന്ന് മൂളിയാ മതി. കണ്ണിൻ മുന്നിൽ കണ്ണടച്ചാൽ നീയാണ് രജിയേ രജിയേ. എങ്ങനെയുണ്ട്? കുറച്ച് കുറവുണ്ട്. എണീക്കാനൊക്കെ പറ്റുമോ? എണീക്കാം, ചെറിയൊരു പിടുത്തുണ്ട്. കുഴപ്പമില്ല. എണീക്കാൻ പറ്റുമെങ്കിലേ അപ്പുറത്തെ ചെറുക്കന്റെ മുറിയിൽ ചെന്നിട്ട് അവന്റെ ചെവിട്ടിയിരിക്കണ കുന്ത്രണ്ടോന്ന് എടുത്ത് കളയും. മഴ വീണണ്ട, വല്ല ഇടിയും വെട്ടിയാലേ അവന്റെ ചെവി അടിച്ചു പോവും. ബാക്കിയുള്ള കൊലപ്പണി കഴിഞ്ഞു വന്നതാണ്. അതിന്റെ ഇടയ്ക്ക് നെഞ്ചുവേദനയും. എന്നിട്ട് ആ ഫോണിനുണ്ടായ അവന്റെ ഇനി ചെവിട്ടിൽ കുന്ത്രാണ്ടും കൂടി എടുത്ത് മാറ്റാം. പണം അച്ചുവേ, ഹലോ അച്ചു, ഞാൻ വണ്ടിയില. ഞാൻ അങ്ങോട്ട് പറയണ കേക്ക്. വൈകിട്ട് വരണ്ട, രാവിലെ വാ. രാവിലെ കാണാം. ശരി. ആ.
പൊന്നാ ചിക്കു, അതെ രാവിലെ വേണ്ട, മോൻ രാവിലെ കല്യാണത്തിന് പോകും. കൈ അണക്കാൻ പറ്റണ മോനെ. അതുകൊണ്ട് മോൻ കല്യാണത്തിന് പോകും. എന്നിട്ട് വൈകിട്ട് വാ കേട്ടാ. വൈകിട്ടാണ്. ശരി. ചിക്കു, ഗുഡ് മോർണിംഗ്. ചിക്കുയി ഗുഡ് മോർണിംഗ്. പൊന്നാ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്റെ അമ്മയെ കണ്ടില്ല. അച്ചോടാ മിന്നുപൂച്ച ചത്തുപോയാ? അതിനെന്നെ അച്ചോടാ മിന്നുപൂച്ച ചത്തുപോയാ? അതിനെന്നാ പൂച്ച ചത്തു ഞാൻ ഇവൻ്റെ ഗ്രില്ലടിക്കുന്നേ. നാണമുണ്ടോ നിനക്ക്? ഈ ലോൺ മേടിച്ച് തിരിച്ചടക്കണം അറിയാൻ പാടില്ലേ? എന്റെ പൊന്നുമോൻ എന്റെ കയ്യിലില്ലാത്തത് കൊണ്ടല്ലേ, ഉണ്ടായിട്ട് ഞാൻ തരാണ്ടിരിക്കുവോ? ചേച്ചി അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവണേ? ഞാൻ എത്ര തവണ ഇവിടെ കയറി ഇറങ്ങണു. കയ്യിലില്ലെങ്കിൽ എന്തിനാ നിങ്ങൾ ലോൺ എടുക്കാൻ നിൽക്കണേ? എന്റെ പൊന്നുമോനെ എന്റെ കയ്യിലില്ലാത്തോണ്ടല്ലേ, ഉണ്ടായിട്ട് ഞാൻ തരാണ്ടിരിക്കുവോ? ഞാൻ ഇത് എത്ര തവണ ചേച്ചി ഇവിടെ കയറി ഇറങ്ങണു. ഇത് സാധനം മേടിച്ച് നിങ്ങൾക്ക് തിരിച്ചടക്കണം എന്നുള്ള കാര്യങ്ങൾ അറിയാൻ പാടില്ലേ? എത്ര നാളത്തെ പെൻഡിങ് ആയി? എന്ത് ചെയ്യാനാണ്? ഒരു ഗതിയില്ലാത്തൊരു മോനും പരഗതിയില്ലാത്തൊരു തന്തയായി. ഒരു ഗതിയില്ലാത്ത തന്തനെ ഇങ്ങോട്ട് വിളിക്ക്. ഞാൻ മേടിച്ചു, അയാളല്ലേ ലോൺ എടുത്തത്. പുള്ളി ഇവിടെ ഇല്ല, ചങ്കത്ത് വേദനയായിട്ട് ആശുപത്രി പോയിരിക്കുക. ചേച്ചി ഇത് എന്താ ചേച്ചി? അല്ലെങ്കിൽ വിളിച്ചാ ഫോൺ എടുക്കും, അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പാടില്ല ചേച്ചിക്ക്. മോന്റെ ഫോൺ കണ്ടോണ്ട് ഓടി വന്നപ്പോഴത്തേക്ക് കട്ടായി പോയി. തിരിച്ചു വിളിക്കാനായിട്ട് എന്റെ കയ്യിൽ കാശുണ്ടായില്ല. മോനൊരു കാര്യം ചെയ്യുക, എന്റെ ഫോണിലേക്ക് ഒരു 200 രൂപയ്ക്ക് ഒന്ന് ചാർജ് ചെയ്ത് തരും. ചേച്ചി ഇത് എന്താ പറയണേ? ഞാൻ ഒന്ന് പൈസ ഇട്ടാൽ പോകില്ല ചേച്ചി. പൈസ കിട്ടിട്ട് ഞാൻ പോകും. റീചാർജ് തന്നെ ഇട്ടാണ്. മുരിങ്ങക്കോലൊക്കെ എടുത്ത് കഴിക്കുമോനെ, ഇവിടെ ചേട്ടന് വേണ്ടി ഉണ്ടാക്കിയതാ. മുരിങ്ങക്കോലെന്ന് പറഞ്ഞാൽ മരിക്കുവാ മനുഷ്യൻ. വിളിച്ചെടുക്കോട്ടാ. ഇതുകൂടി അവള് വിളിച്ചില്ലെങ്കിൽ ഞാൻ വിളിച്ചോളാം. എന്നെങ്ങാനും വല്ല നടക്കാം. ഇപ്പൊ ശരിയാക്കി തരാം. ഇതാറി പാട്ട വണ്ടി വണ്ടി കുറിച്ചോട്ടെ. ആ ചിക്കു, എന്തെവിടെ? ഞങ്ങള് മലയാറ്റൂര് വരെ പോകാൻ ഇറങ്ങിയതാ. ഷോർട്ട് കട്ട്. ഞങ്ങൾ ചേട്ടായി ചേട്ടായി എന്റെ കൂട്ടുകാരി ചേട്ടായി നോക്കിയേട്ടായി. അപ്പു കല്യാണത്തിന് പോയില്ലേ? എടാ നമ്മുടെ പ്രേമേഷില്ലേ, സോറി എടാ അപ്പു. അപ്പും പെണ്ണും പെട്രോള് തീർന്നിട്ട് വഴി കിടക്കുക. ദേ ഒന്ന് നിക്ക് അപ്പോ പോട്ടാ. ഇവിടുന്ന് കിട്ടിയ അച്ചോ അച്ചോ അച്ചു നീ വാച്ചു, ഞാൻ പറയാൻ നിന്റെ അടുത്ത്. എങ്ങോട്ടാ ഞാൻ വരണ്ടേ? ഇതുപോലത്തെ എത്ര എണ്ണം വരും? എങ്ങനെ വിശ്വസിക്കും? ഇതൊക്കെ കണ്ടിട്ട് ഞാൻ കൂടെ വരണം. ഒരു ജോലി കിട്ടിയത് പറയാനായിട്ട് ഞാൻ വന്നതാ. ഇനി ശരിയാവില്ല.
എടാ നീയേ ഒരുപാട് മുറികളുണ്ട് കേട്ടോ. എനിക്ക് നിന്നോട് ഇങ്ങനെയൊന്നല്ല സംസാരിക്കണ്ടേ, എനിക്ക് നിന്നെ നേരിട്ട് കാണണം. ഞാൻ ആരാന്ന് നീ അറിയാനിരിക്കുന്നുള്ളൂ. ഇത്ര നാളെ നീ പ്രേമിച്ച് പറ്റിയ ഊള പെണ്ണുങ്ങളെ പോലെയല്ല ഞാൻ. വച്ചിട്ട് പോടാ മാറി. ആരാമോള് ഫോണില്? വേണ്ട. ഇന്നത്തെ ദിവസം ഈ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് മാറ്റി വെക്കേ. അല്ല, വൈകിട്ട് കാണാൻ പറഞ്ഞിട്ട് എന്തേ രാവിലെ ആയി? നിന്നെ കാണാൻ വേണ്ടി ഇവിടെ ഒരു ചേട്ടൻ വന്നപ്പോണ്ട്. സീനാണോ? ഏയ് സൈസാണോ? ഇല്ലടാ, ഒരു കോലാപ്പി. എടാ നിന്റെ എന്തോ റീൽ ഏതാണ്ട് കണ്ടിട്ട് വന്നാണോ? എന്റെയോ? ആ, നീ എന്നാ വേഗം വീട്ടിലോട്ട് വാട്ടോ. വണ്ടി വന്നപ്പോ എനിക്ക് ഓടി വേറൊന്നും വിചാരിക്കരുതിട്ട. എന്റെ പെണ്ണുമ്പഴി ചെറിയൊരു പ്രശ്നമുണ്ട്. വഴി പോടുന്ന അണ്ണാച്ചിമാരുടെ നോക്കതിനും പൈസ മേടിക്കും. അത് എന്റെ പേര് പറഞ്ഞു. അവരന്വേഷിച്ച് വരുമ്പോ എന്നെ അല്ലേ അന്വേഷിക്കുള്ളൂ. പിന്നെ എനിക്ക് ഓടാണ്ടിരിക്കാൻ പറ്റോ? ഇപ്പൊ എന്താ പണി? മോനെ ഇപ്പൊ ഇവിടെ എന്താ പണി? ഇതാ വഴി അപ്പോ വന്നല്ല. ടെക്നോളജി ടെക്നോളജിയല്ല. അപ്പോ അപ്പൊ ഒരു കല്യാണം കഴിഞ്ഞ് ഒരു പെണ്ണുമായിട്ട് റിലേഷൻ ഉള്ളത് അച്ഛനോടും കൂട്ടുകാരോടും പറഞ്ഞിട്ടില്ല. എന്റെ ദൈവമേ, കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളെയും വെറുതെ വിടില്ലോ. ഒരു രാജിയുടെ ഹസ്ബൻഡ്. നിങ്ങൾ പഠിക്കൊന്നും വേണ്ട, ഞാൻ ഇവരോട് യാചിക്കാൻ വേണ്ടിട്ട് വന്നതാ. ഓ, എനിക്ക് 2 പെൺകുട്ടികളാണ്. അത് രണ്ടാമത്തിന് 3 വയസ്സായിട്ടുള്ള. ഇനി എന്നോട് പഠിപ്പിക്കും. വരുത്തിച്ച എനിക്കില്ലാത്തതൊന്നും അപ്പോഴുണ്ടാവൂല. അപ്പോ എപ്പോഴെങ്കിലും അവിടെ സ്നേഹിച്ചിട്ടുണ്ടോ? അവിടെ എന്റെ ജീവനല്ലായിരുന്നടാ. എനിക്കൊരു പെൺകൊച്ചുണ്ടായിരുന്നെങ്കിലല്ലോ. അതൊക്കെ വിഷം കൊടുത്ത് ഞാൻ കൊന്നത്. അപ്പോ നമുക്ക് കുറെ കൂട്ടുകാരുണ്ടായിരുന്നെങ്കിൽ നമ്മൾ തമ്മിലുള്ള ബോണ്ടിങ് ഭയങ്കര അറിഞ്ഞാ. ഒരു ക്ലാസ്സിൽ ഒരു ബെഞ്ചിൽ ഒരുമിച്ച്. എനിക്ക് നിന്നിപ്പോ മനസ്സിലാവുന്നില്ല. നീ അവിടെ നിന്ന് ഇറങ്ങിപ്പോയ മനുഷ്യനൊക്കെ ഒരാചാരമാണ്. പൊട്ടി പോയി ശാപമെല്ലാം കൂടെ ഇവിടെ കൊണ്ട് തീർക്കണോ? ഞാൻ പോവാണ്. എനിക്ക് നിന്നെ ആശ്വസിപ്പിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ വെറും ഒറ്റ ജീവിതമാണാ.
പരസ്യം വരട്ടെ മോനെ. നിനക്ക് എത്ര കാമുകിമാരുണ്ടടാ കണ്ണ? എല്ലാത്തിനും കൂടെ വിളിച്ചോണ്ട് വന്നാലേ ഇവിടെ ആകെ ഒരു നിലവിളക്കേ ഉള്ളൂ കേട്ടോ. നമ്മള് തമ്മിൽ സിംഗൽ പിന്നെ തുപ്പളത് സിംഗ് നോക്കണ്ട പറ്റ കാര്യമുണ്ടോ? അയ്യോ, നിങ്ങൾക്ക് കുഴപ്പമില്ല. ഞാൻ അതിനകത്തിട്ട് കൈട്ടിളക്കേണ്ടത്. ഈ വീട്ടിലെ പാത്രം മുഴുവൻ ഞാൻ അതിനകത്തിട്ടാ കഴുകിയെടുക്കണത്. ഇങ്ങനൊരു വൃത്തിയില്ലാത്ത മനുഷ്യൻ. നിന്റെ മോനും തരി അവനിവിടെ കണ്ടുണ്ടായിരുന്നല്ലോ. എവിടെ കണ്ടുണ്ടായിരുന്നു? വിളിക്കടി, എവിടെ നോക്കി വിളിച്ചു നോക്കി. ഇതിലെന്താണ്ടൊക്കെ പറയണം. ഇതിനകത്ത് പറയും എല്ലാരും 10 മണിയാകുമ്പോ വീട്ടിൽ കയറും. ഇവൻ 11 മണിയാകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ. കാലത്ത് മുതൽ വൈകുന്നേരം വരെ ഫോൺ വിളി. ഏതെങ്കിലും പെണ്ണിന് ഫോൺ വിളിച്ച് കൊണ്ടുപോയണ്ടാവും. പിന്നെ പച്ചപ്പാതിരത്തിലേക്കല്ലേ പെണ്ണിനെ വിളിച്ചോണ്ട് പോകാൻ പോണത്? എനിക്ക് നാളെ പണിയുള്ളതാ. ഞാൻ എന്റെ പണിക്ക് പോട്ടെന്നാ. നിങ്ങൾ പോവാൻ പണിക്ക്. അല്ലേലും നിങ്ങൾക്ക് എന്റെ മോനെ കാര്യം നോക്കാനൊന്നും നേരില്ലല്ലോ. നിങ്ങൾക്ക് നോക്കാൻ കുറെ മക്കള് വേറെ ഉണ്ടല്ലോ. പെങ്ങടെ മക്കള്, അനിയന്റെ മക്കള്, ചേട്ടന്റെ മക്കള്. നിങ്ങൾ അവരെയൊക്കെ പോയി നോക്കിയാ മതി. എന്റെ മോന്റെ കാര്യം നോക്കാനേ എനിക്കറിയാം. നിന്റെ മോന്റെ കാര്യം നോക്കി നീ ഇവിടെ ഇരിക്കും. ഞാനേ പോയി കിടന്ന് ഉറക്കട്ടെ. പെറ്റേളായിപ്പോലെ എനിക്ക് നോക്കാണ്ടിരിക്കാൻ പറ്റുമോ? എന്റെ മോനല്ലേ, ഞാനോ വന്നിട്ടേ ഉറങ്ങണുള്ളൂ. അച്ഛപ്പം വന്നില്ലല്ലോ. പരസ്യം വരട്ടെ മനുഷ്യ. എടി, ചെറുക്കം വന്നില്ലാന്ന്. ഇങ്ങനെ ഓരോന്നുണ്ടായാൽ തന്നെ കഷ്ടപ്പാട് മാത്രമേ. ഈ കിടക്കണതല്ല ആ മരവാഴ. അപ്പോ നീ വന്ന് വീട്ടിലും കയറാണ്ടായ. നിന്റെ തള്ള എനിക്ക് ഒരു മനസമാധാനം തന്നില്ല. നിന്നോട് സ്നേഹം ഉണ്ടായിട്ടല്ല, എനിക്ക് ആ വീട്ടിൽ കിടന്നു. പിന്നെ ഞാൻ തന്നെ വേണ്ട ഈ പാചകത്തിന് നിന്നെ അന്വേഷിച്ചെടുക്കാൻ. വാ, ചെരുപ്പെടുത്തിട്ട് വീട്ടിൽ വാ. ചെരുപ്പെടുത്തിട്ട് വാ. ഇനി ഞാൻ ആരെങ്കിലും വീട്ടിൽ കൊണ്ടാക്കാനുണ്ടോ? വാരക്ക വീട്ടിൽ പോന്നു. എന്തിടർക്കാ എനിക്ക് പറ്റുള്ള മൊത്തത്തിൽ മൂഞ്ചിയല്ലടാ. 1-2 അടിക്ക് ഓക്കെ. 6 എങ്ങനെ നീ നയിക്കും? ചെറുപ്രായത്തിൽ എനിക്ക് പറ്റിയിട്ടില്ല.
എടാ അപ്പു കറിയില്ലടാ. അപ്പൊ നീ എന്റെ അത് ഈ പ്രായത്തിലെ പിള്ളേർക്ക് ചെറിയ കുസൃതി കുറുമ്പൊക്കെ ഉണ്ടാവും. ചില പിള്ളേർക്ക് കുസൃതി കുറുമ്പും കൂടുതലായിരിക്കും. പക്ഷെ നിനക്ക് അങ്ങനെയല്ല, നിനക്ക് ശകലക്കഴപ്പ് കൂടുതലാ. നീ എന്താ വിചാരിച്ച നീ ആ പൊത്തി കയറുന്ന ആരും അറിയില്ലെന്ന് വിചാരിച്ച? എടാ സ്വന്തം കൊച്ചിന്റെ മുഖം ഒന്ന് കറുത്ത് കണ്ടാൽ മതി, അച്ഛനമ്മമാർക്ക് തിരിച്ചറിയാൻ പറ്റും. നിന്റെ മുഖത്തൊക്കെ അങ്ങനെ കണ്ടുപിടിക്കുന്നത്? എന്റെ പൊന്നപ്പൂ, ഇതൊന്നല്ല പ്രേമം. എന്റെ കാലഘട്ടത്തിലെ പ്രേമം അമ്പലപ്പറമ്പിലോ പള്ളിപ്പറമ്പിലോ വെച്ച് ഒരു നോട്ടം കണ്ടാൽ മതി, അത് ഒരു വർഷം കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ അങ്ങനെ തന്നെ വരും. പക്ഷെ പേടിയായിരുന്നല്ല, ഇഷ്ടം പറയാൻ പേടി, പറഞ്ഞാൽ നഷ്ടപ്പെടുമെന്നുള്ള പേടി. അങ്ങനെ ആഗ്രഹിച്ച ജീവിതവും. പക്ഷെ അന്ന് നിന്നും പ്രേമം സത്യമുള്ളതാണ്. അതുകൊണ്ടൊരു ഉപദേശം തരാം. പ്രേമിച്ച പെണ്ണിനെ ഒരിക്കലും കെട്ടരുത്. അവളിങ്ങനെ അമ്മാനാടി ഒരു കയ്യത്തിന്റെ ഒത്തുന്ന ഒന്ന് ചുമച്ച അവള് വിളിയേക്കണം. ശാരദാന്റി ദൂരെ കൂടൊരുക്കി നിന്നെ മിന്നു ചാർത്തി കൊണ്ടുപോയിടാം പെണ്ണെ, എൻ കിനാവിലെ മോഹമല്ലേ നീ, മിന്നാരച്ചേലല്ലേ നീ. ദൂരെ കൂടൊരുക്കി നിന്നെ മിന്നു ചാർത്തി കൊണ്ടുപോയിടാം പെണ്ണെ, ചായുകില്ലേ മെല്ലെ നീലരാവിതല്ലേ, എൻ കൂടെ പോരൂ സഖി. ദൂരെ കൂടൊരുക്കി നിന്നെ മിന്നു ചാർത്തി കൊണ്ടുപോയിടാം പെണ്ണെ, പൂമിഴിയാളെ മിഴിയാളെ മിഴിയാളെ, പൂമിഴിയാളെ മിഴിയാളെ മിഴിയാളെ, പൂമിഴിയാളെ മിഴിയാളെ മിഴിയാളെ, പൂമിഴിയാളെ മിഴിയാളെ മിഴിയാളെ. മാരിവില്ലു പോലെ നിറഞ്ഞതല്ലേ നീ, മറയല്ലേ പൊന്നേ നീ എൻ ജീവൻ, എൻ കിനാവിലെ മോഹമല്ലേ നീ, മിന്നാരച്ചേലല്ലേ നീ. പൂനിലാവിലൻ കാതിലോരമായി പൊന്നാരം ചൊല്ലാമോ നീ, രാവിൽ മഞ്ഞു പെയ്യും നേരം രാത്രി മുല്ല പോലെ പൂക്കുകില്ലേ നീ, പണ്ടു തൊട്ടേ എന്നും പറഞ്ഞതല്ലേ നാം, പിരിയില്ല നമ്മൾ ഇന്നീ ജന്മം. പൂമിഴിയാളെ മിഴിയാളെ മിഴിയാളെ, പൂമിഴിയാളെ മിഴിയാളെ മിഴിയാളെ, പൂമിഴിയാളെ മിഴിയാളെ മിഴിയാളെ, പൂമിഴിയാളെ മിഴിയാളെ മിഴിയാളെ. ഒരു പ്രായത്തിനടക്കം ഉണ്ടാവും. അമ്മ നോക്കിക്കണോ, വാ വാ വാ.
അച്ഛങ്ങോട് വന്നാച്ച പ്രായത്തിൽ ഇതൊക്കെ ഉണ്ടാവുന്ന കെട്ടിയ പെണ്ണുങ്ങളെങ്കിലും വെറുതെ വിട്ടുവിടാണ് പുഷ്ട. ഞാൻ നാളെ ഒരു അയൽപക്കത്ത് കുടുംബം ഉണ്ടാക്കാം. ഇങ്ങോട്ട് വാ ഇങ്ങോട്ട്. ഇന്നലെ കൂടെ എന്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം മേടിച്ചോണ്ട് കുടിച്ച് കട്ടിലേലിരുന്ന മനുഷ്യനാണ് ഇപ്പൊ ഭിത്തിയിലിരിക്കണത്.